കേരളം കേന്ദ്രീകരിച്ച് വലിയൊരു തട്ടിപ്പ് കിടക്കുന്നുണ്ട് ഇരുതലമൂരി പാമ്പിന്റെ പേരിൽ. ഇതിന് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നല്ല നിലയും വിലയുള്ള ആൾക്കാരാണ്. അത്യാവശ്യം ആവറേജ് നല്ല ഫാമിലിയിലൊക്കെ ഉള്ളവരാണ്. ഒരിക്കലും നമ്മൾക്ക് ഇവരെ സംശയിക്കാൻ പറ്റത്തില്ല, ഇവർ നമ്മളെ പറ്റിച്ചതാണെന്ന് പറയും. കാരണം ആളറിയാത്ത രീതിക്കാണ് ഇവർ പരിപാടി ചെയ്യുന്നത്. പൈസ പോയവർക്ക് പോലും അറിയാൻ പറ്റത്തില്ല എൻ്റെ പൈസ ഇങ്ങനെയാണ് പോയതെന്ന്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് പൈസ ഇവർ തട്ടുന്ന രീതികളെന്ന്. ഇവർ 3-4 രീതിക്കാണ് പൈസകൾ മേടിക്കുന്നത്. അപ്ഡേഷൻ മേടിക്കും, അതുപോലെ തന്നെ കമ്പനി ഇറക്കാൻ മേടിക്കും, പിന്നെ കൺഫോമറിന് മേടിക്കും, പിന്നെ ഫണ്ട് മൂവിങ് ചാർജ് ഉണ്ട്, അതും മേടിക്കും. ഇതെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പേ ഇവർ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്തൊക്കെ ചെറിയ പാമ്പിനെ മേടിക്കാൻ കിട്ടും. 5000 രൂപ 10000 രൂപയൊക്കെ കൊടുക്കുമ്പോൾ കിട്ടും. ഇത് 8.5 ഇഞ്ചുള്ളതൊക്കെയാണ് അവിടെ കിട്ടുന്നത്. 8.5 7 ഇഞ്ച് 2 800 3 കിലോ അങ്ങനെയൊക്കെ വരുന്നത്. ഇതിനെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവർ ടേപ്പിലും ത്രാസിലും അളവ് വ്യത്യാസം കാണിക്കും. ടേപ്പ് ഇപ്പം 8.5 ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് 12 കാണിക്കുന്ന 12.5 കാണിക്കുന്ന രീതിക്ക് ഇവർ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരും ടേപ്പ്. എന്നിട്ട് വെയിറ്റ് ത്രാസും അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 12 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിലിന്റെ സൈസ് വരും. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എവിടെയും കാണത്തൊന്നുമില്ല. നമ്മുടെ കയ്യിലൊന്നും പിടിക്കാനും നിൽക്കത്തൊന്നുമില്ല. അതുപോലെ തന്നെ നീളം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഇവരൊരു വീഡിയോ ഇറക്കി വിടും. ഇപ്പം 12 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 12 ഇഞ്ചും 5 കിലോ അല്ലെങ്കിൽ 6 കിലോ. എന്നിട്ട് ഈ വീഡിയോ ഇറക്കി വിട്ടിട്ട് ഇവർ പറയും ഇതിന് 20 കോടി രൂപ വേണമെന്ന് പറയും. എന്നിട്ട് ഈ വീഡിയോ ഇറക്കി വിടുന്ന ഒരാൾക്കാർ തന്നെ ഇവിടെ വാങ്ങാൻ ആളുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി നടക്കും. എന്നിട്ട് പറയും നമ്മൾ 40 കോടിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഇവന്മാർ നടക്കും. അപ്പോഴത്തേക്ക് ഇടയിൽ കുറെ ആൾക്കാർ കൂടും. കാരണം വീഡിയോകൾ ഒരുപാട് ആൾക്കാരിലോട്ട് എത്തും. ഇത് നേരെ കറങ്ങി തിരിഞ്ഞ് ചിലപ്പോൾ തമിഴ്നാട് അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ടാണ് ഇനി എത്തുന്നത്. അപ്പോഴത്തേക്ക് ഇടയിൽ ഒരുപാട് ആൾക്കാർ കാണും. അതിൻ്റെ ഇടയിൽ അങ്ങനെ വരുന്നവരെ ഇന്നാണ് പൈസകൾ പോണത്. നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ, ഇവിടെയൊക്കെ ഒരു ബസ്സിനുള്ള ആൾക്കാരാണ് വന്ന് നിറഞ്ഞു കിടക്കുന്നത്. പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫസ്റ്റ് ഇറങ്ങുന്നവർക്കൊന്നും കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല. കാരണം ഈ അളക്കുന്നതും തൂക്കുന്നതും അതുപോലെ തന്നെ ഈ നോട്ടൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ കാണുമ്പോഴേ ആരായാലും അത്ഭുതപ്പെട്ടു, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന എന്തിന്? അപ്പോൾ ഒരു ബയ്യർ ഇല്ലാതെ ഇങ്ങനെ ചെയ്യത്തില്ലല്ലേ എന്നൊക്കെ വിചാരിച്ചു പോകും. വാസ്തവത്തിൽ എന്തുവാണ് ഇവർ കാണിക്കുന്ന ഇതിനെ ചതിക്കുക വഞ്ചിക്കുക, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഫസ്റ്റിലെ ഇവർ മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷന് പൈസ മേടിക്കും. അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യർ പറയുന്ന രീതിക്ക് ഈ സെല്ലർ ഒരു വീഡിയോ എടുത്ത് കൊടുക്കണം കോഡിൽ. കോഡെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നോട്ടൊക്കെ കാണിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ഇന്നത്തെ പത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരു പേര് വെച്ചിട്ട്, ഇപ്പം ബയ്യറായിട്ട് നിൽക്കുന്നവൻ്റെ പേര് വെച്ചിട്ടൊക്കെ എടുക്കാൻ പറയും. എങ്കിലും നമ്മളതൊന്ന് വാങ്ങിക്കാമെന്ന് പറയും. ഈ 40 കോടിക്ക് മേടിക്കാമെന്ന് പറയും. അപ്പോഴേ ഈ സെല്ലറുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവൻ വീഡിയോ തരത്തില്ല. കാരണം അവൻ പറയും ഒരുപാട് പേർക്ക് വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുക്കാൻ പറ്റത്തില്ല, ഇനി തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ തരണമെന്ന് പറയും. അപ്പോൾ ഈ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ 1 ലക്ഷം രൂപ ഇറക്കി ഈ വീഡിയോ മേടിക്കും. കാരണം ഈ ബയ്യറായിട്ട് നിൽക്കുന്നവർ ഒരിക്കലും വീഡിയോയ്ക്ക് ഒന്നിനും പൈസ കൊടുക്കത്തില്ല. കാരണം അവരെ സാധനമാണത്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫോമർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇവൻ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കമ്പനി എടുക്കാൻ വരുമെന്നാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഇവന്മാർ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ കൺഫോമർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലർ തന്നെയാണ് കൺഫോമറായിട്ട് ഇറങ്ങി നടക്കുന്നത്. അവനാണ് നാക്കെടുത്ത് ആ കള്ളം പറഞ്ഞിട്ട് ഈ ആൾക്കാരെ മൊത്തം വീഴ്ത്തിയിട്ട് അവരെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത് ഈ കൺഫോമറായിട്ട് നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. ഇവനെ നമുക്ക് പെട്ടെന്ന് ഡൗട്ട് അടിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവന് കാണും. അങ്ങനെ വല്ല അലമ്പിനൊന്നും പോണ ടീം ആയിരിക്കത്തില്ല ഇവൻ. നല്ല ഫാമിലിയിലും കാര്യങ്ങളിലും ഒക്കെ നിൽക്കുന്നവനായിരിക്കും. അപ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ഇവനെ സംശയിക്കാനുള്ള ഒരു ഇതും വരത്തില്ല അവിടെ. ഈ പാമ്പിനെ ഇവൻ വന്ന് ചെക്ക് ചെയ്തത് 12 ഇഞ്ച് അല്ലെങ്കിൽ 11.5 ഇഞ്ച് കറക്റ്റ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഇവ ഈടാക്കുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെയാണ് ഇവ ഈടാക്കുന്നത്. അപ്പോഴീ സെല്ലറുമായിട്ട് ഇടെ നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കും, ബ്രോക്കർമാർ. അപ്പോഴും സെല്ലർ പറയും എനിക്ക് ഒരു 3 ലക്ഷം രൂപ വയ്ക്കണമെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമ്പനി ഇറക്കുന്നു, എനിക്ക് 3 ലക്ഷം രൂപ വേണം, എങ്കിലേ ഞാൻ സാധനം വെക്കുള്ളൂ എന്ന് ഇവർ പറയും. കാരണം ഇപ്പോൾ 1 ലക്ഷം രൂപ അപ്ഡേഷന് വേണ്ടി ഇറങ്ങി പോയിട്ടുണ്ട്. സെല്ലർ പറയുന്നത് എന്തുവാണ്, നിങ്ങൾ കൺഫോമറിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ഈ സാധനം ലോഡാണെങ്കിൽ, ലോഡെന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ആഹാരമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വണ്ണം എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 3 ലക്ഷം രൂപ നിങ്ങൾ തിരിച്ചെടുത്തോളാൻ പറയും സെല്ലറായിട്ട് നിൽക്കുന്നവൻ. അപ്പോഴത്തേക്ക് എന്തോ ചെയ്യുന്ന ഈ ഇടയിൽ നിൽക്കുന്ന ആളിനെ, ഈ പൈസ മുടക്കുന്നവർക്ക് അത് ഉറപ്പാവും. സെല്ലറിൻ്റെ അടുത്ത് ഒരു വിശ്വാസമാവും, അതുപോലെ തന്നെ കൺഫോമറിൻ്റെ അടുത്ത് മുമ്പേ വിശ്വാസമായി കഴിഞ്ഞ്. കാരണം ബയ്യറായിട്ടുള്ള എല്ലാ പ്രൂഫുകളും അവർ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞു. ഈ കൺഫോമർ എന്ന് പറയുന്ന വ്യക്തി സെല്ലറിൻ്റെ ആളാണല്ലേ. അപ്പോഴത്തേക്ക് ഈ വീഡിയോയിൽ കാണിച്ച എത്ര വണ്ണമാണ് ആ കൺഫോമർ അപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴും ആ വണ്ണം തന്നെ കിട്ടും. ചെക്ക് ചെയ്യാൻ നേരം എന്തുവാണ്, ഈ പൈസ മുടക്കിയ ആളിനെ കൂടെ കൂട്ടും. ടേപ്പും ത്രാസുമായിട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റാണ്, ആളിനെ നേരെ ബോധ്യപ്പെടും കാണുമ്പോഴത്തേക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണുമ്പോഴത്തേക്ക് വലിപ്പം ഉള്ളതായിട്ട് തോന്നും, നല്ല വണ്ണം തോന്നിക്കും. ഫസ്റ്റ് കാണുന്നവർക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല എത്ര കാണുമെന്നൊന്നും. കാരണം പാമ്പിനെയൊന്നും അങ്ങനെ വലുതായിട്ട് ആരും അങ്ങനെ കണ്ടിട്ടില്ലല്ലേ. പിന്നെ ഇത് ആരും കൈ കൊണ്ടൊന്നും തൊടത്തൊന്നുമില്ല. പിന്നെ അറിയാവുന്നവർക്ക് അറിയാം, അവരിതിനൊന്നും ഇറങ്ങി നടക്കത്തൊന്നുമില്ല. ചെറുതാണെന്ന് ഒരാളിന്, ഇച്ചിരി ബോധമുള്ള ഒരാളിന് ഇത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും. ഈ പൈസ മുടക്കിയവനെ ഇതൊക്കെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടൊരു പ്രശ്നം വരരുത്. കാരണം എന്തുവാണ്, ഇവർ പറ്റിച്ചതായിട്ടൊന്നും അറിയരുത്. പിന്നെ അതുമല്ല, അടുത്ത പൈസ ഇറക്കണം. ഇനി കമ്പനിയുടെ പൈസ ഇവർ മേടിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഇറക്കണമെന്ന് പറയും. അത് എത്ര 10 ലക്ഷം 15 ലക്ഷം എത്ര വേണമെങ്കിലും ആവാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇടയിൽ ആരാണ് നിൽക്കുന്നത്. ഇപ്പം പൈസക്കാരനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പൈസയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവർ അറിയാലോ, ഇവരെല്ലാം അടുത്തുള്ളവരാണല്ലോ. അപ്പം അന്വേഷിക്കും. ഇന്ന ആൾ വരുമ്പോഴത്തേക്ക് ഇവ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കും. ആ പൈസയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആസ്തി അനുസരിച്ചാണ് ഇവന്മാർ പിഴിയുന്നത്.
അടുത്ത കാര്യം കൺഫോമർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒബ്സർവേഷൻ ഇരിക്കും, അത് കമ്പനി വന്ന് പൈസയും കൊണ്ട് വന്നിട്ടല്ല ഞാൻ ഇവിടെ എണീറ്റ് പോകത്തില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് എന്തുവാണ് ഈ പൈസ മുടക്കിയവന് എല്ലാവർക്കും വിശ്വാസമാകും. കാരണം ഇടയിലൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുകയില്ലേ, ഇതെല്ലാവരും വിശ്വാസത്തിന്റെ പുറത്താണ് ചെയ്യുന്നത്. ആൾക്കാരെല്ലാം കൂടെ നിൽക്കുന്നവർ ഇത് അറിയാവുന്ന ചുരുക്കം കുറച്ച് പേരേ ഉള്ളൂ ഇങ്ങനെയാണ് പരിപാടിയെന്ന്. അതൊരു 7 പേർക്കൊക്കെ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും ഈ ഓടുന്ന ആർക്കും ഒന്നും കാര്യം അറിയത്തില്ല. അപ്പോഴെന്തോ ഇന്ന് ഈ പൈസ പോയിരിക്കുകയല്ലേ, ഒരുപാട് പൈസകൾ ഇപ്പം തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ പൈസ എല്ലാം കൂടെ തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്തുവാണ് കൺഫോമർ ഇരിക്കുകയാണ് 24 മണിക്കൂർ, ഒരു വിഷയമില്ലെന്ന് പറഞ്ഞ് ഇവൻ കമ്പനിക്കുള്ള ഫീസ് കിട്ടും. അടുത്ത കമ്പനി വരുമ്പോഴത്തേക്ക് എന്തുവാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവരുന്ന ടേപ്പിലും ത്രാസിലും സംഭവം എന്തുവാണ് പറഞ്ഞ വെയിറ്റും കിട്ടൂല, വണ്ണവും കിട്ടൂല. അവിടെ നിന്ന് സെറ്റ് ചെയ്തുകൊണ്ട് വരും, അപ്പുറത്ത് പൈസയെ കാണിച്ചു കൊടുക്കും. വന്നവരെല്ലാം വന്ന വഴിക്ക് പോകും. ഈ ഇടയിൽ നിന്നവർക്കും ഒരു ഡൗട്ടും ഇല്ല, ഈ പൈസ പോയവർക്കും ഒരു പ്രശ്നവും ഇല്ല. പൈസ പോയതിൻ്റെ പൈസ അങ്ങ് പോയി, എന്തുവാണ് വണ്ണം കുറഞ്ഞു പോയി. സംഭവം എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ആരെയും കുഴപ്പമില്ല, ഇതിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോകും. ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രീതി. പിന്നെ നിങ്ങളെ ഇതൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ മാക്സിമം ഒഴിവാക്കി വിടണം. ഇതൊന്നും നടപടിയുള്ള കേസൊന്നുമല്ല, ഇതൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്ന പരിപാടികളാണ് ഇവിടെ മൊത്തം. കാരണം ആർക്കും ബയ്യറും ഒന്നുമില്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഇവർ കിടന്ന് ഓടും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി അറിയാം, ഇപ്പം കൊല്ലത്താണ് ഈ സാധനം ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബയ്യർ നിൽക്കുന്ന കൊല്ലത്ത്, വരുന്നതെല്ലാം തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ തൃശ്ശൂര്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം അവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്ന് നിൽക്കുന്നത്. അപ്പോഴേ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഇച്ചിരി ബോധമുള്ളവനാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ പ്രത്യേകിച്ച് അവിടെ നിൽക്കുന്നതെല്ലാം ഈ സെല്ലറിന്റെ ആൾക്കാർ അല്ലെങ്കിൽ ഈ കൺഫോമറിന്റെ ആൾക്കാർ, ഇവർ തന്നെയാണ് അവിടെ നിൽക്കുന്നത് മൊത്തം. അല്ലാതെ ഈ ആൾക്കാർ, ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെയാണ് മൊത്തം ഇവർ പറ്റിക്കുന്നത്. പക്ഷെ ആളറിയാത്ത രീതിക്കാണ്, ആളറിഞ്ഞിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ആരും വെറുതെ നോക്കി നിൽക്കത്തൊന്നുമില്ല അങ്ങനെയാണ്. കാരണം ഇതൊരു വിശ്വാസവഞ്ചനയല്ലേ, അപ്പോഴത്തേക്ക് ആൾക്കാരെന്തോ ആ രീതിക്കല്ലേ എടുക്കത്തുള്ളൂ.